ഇതിപ്പോൾ ഒരു സൂചനാ സമരം മാത്രമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ സംയുക്തമായിട്ടുള്ളൊരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് ചിലപ്പോൾ കോൺഗ്രസ് ചില സമരങ്ങളൊക്കെ ഒറ്റപ്പെട്ട സമരങ്ങൾ നടത്തി. അപ്പോൾ അത്തരം സമരങ്ങളെ ഈ സമരത്തിൻ്റെ ശക്തി കുറയ്ക്കത്തില്ലേ? അല്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ സംഘടനയും അവർക്ക് തനതായ പ്രക്ഷോഭണങ്ങൾ, സമരങ്ങൾ സംഘടിപ്പിക്കാം. എന്നാൽ യോജിച്ച് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനവും മുന്നോട്ട് പോകണം. ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കോൺഗ്രസിൻ്റെ നേതാവായ TN പ്രതാപൻ XMP ആണ്. അതിന് ജനറൽ കൺവീനർ CI2ൻ്റെ പ്രവർത്തകനായ ഞാനാണ്. അപ്പോൾ ഇവിടെ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള സമരമാണ് ഇന്ന് നടക്കുന്നത്. എന്നാൽ നാളെ രാവിലെയും മറ്റന്നാളുമായി രാജ്ഭവൻ്റെ മുമ്പിൽ രാപകൽ സത്യാഗ്രഹത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ, CI2, ഇതുപോലെ ഓരോ സംഘടനകളും തനതായി സമരം എടുക്കുന്നുണ്ട്. എന്നാൽ യോജിച്ച് ഞങ്ങൾ 12-ാം തീയതി പാർലമെൻറ്റിന് മുമ്പിലേക്ക് പോവുകയാണ്. അത് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ്. അപ്പോൾ യോജിക്കേണ്ടതിൽ ചോദിച്ചും ഒറ്റക്ക് നടത്തേണ്ട കാര്യങ്ങൾ അതിലെടുക്കുകയും, എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ കോൺഗ്രസ് നടത്തിയിട്ടുള്ളൊരു നീക്കമുണ്ട്. അതാണ് കഴിഞ്ഞ 2 ദിവസക്കാലം അവർ നടത്തിയ പ്രസ്താവന. അത് തൊഴിലാളി തിരിച്ചറിയുന്നുണ്ട് എന്ത് താല്പര്യത്തിന് വേണ്ടിയാണെന്ന്. അപ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഈ വലിയ ജനകീയ പ്രശ്നത്തെ അവർ ദുരുപയോഗിച്ചരുതോ എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്.